ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നിതാ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. രാവിലെയായി, ഇന്നലെ കിടന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി കേട്ടോ. പിന്നെ ഞാൻ എണീറ്റൊന്ന് ഫ്രഷ് ഒക്കെ ആയി വന്നപ്പോഴേക്കും ആളിതാ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടി വന്നതാട്ടോ. അങ്ങനെ ഇച്ചി വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമായിരുന്നു. കാരണം 10 ദിവസം എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ഇവരുടെ വർക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. 1 മാസത്തിന് ശേഷമാണ് ആളിതാ ഇപ്പം എത്തിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ കൂടിയായിരുന്നു. അതിപ്പോൾ പ്രവാസികളായിട്ടുള്ള ഭാര്യമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ നാട്ടിൽ ഇവർ ലീവിന് വരില്ലേ, അപ്പം നമ്മൾ എണ്ണിയിരിക്കില്ലേ ഡേയ്സ്, അതുപോലെ ഞാൻ എണ്ണിയിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ മിസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേ കുറേ പേര് നമ്മളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അവർക്ക് ആർക്കും അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇച്ചി വന്നു ഫ്രഷായി. അപ്പോഴേക്കും നമ്മുടെ വാവ എണീറ്റു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വന്നതാട്ടോ. വാവ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ. ഇച്ചി അർജൻറ്റായിട്ട് എന്തോ കോളിലായിരുന്നു. അപ്പോൾ ഞാൻ അധികം വീഡിയോസ് പുറകെ നടന്ന് എടുക്കാൻ നിന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളിതാ ഓണായി കേട്ടോ. ഇച്ചി വർക്കിന് പോകുന്ന ടൈമിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ വാവിക്കുള്ള ടോയ്സ് ആയിട്ടോ വരിക. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങില്ല, ഇങ്ങനെ ഓർഡർ ചെയ്യും കേട്ടോ. ന്യൂണിൽ ഓർഡർ ചെയ്യും. അപ്പോൾ ഒരു 30 മിനിറ്റിൽ ഡെലിവറി ആവുമല്ലോ. അപ്പോൾ ഇച്ചി വന്നേക്കുമ്പോൾ ടോയ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവനുള്ള കുറച്ച് ടോയ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവനും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കാണുന്നതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. എന്തുണ്ടാണോട് ഒരു ഉമ്മ വെച്ചിച്ച് ചിലപ്പോ തരും. ഉമ്മ ചോദിക്കും. എന്തുണ്ടാണത്? എടാ കഷാണോ, നമുക്കരോ നമുക്ക് തരോ? എടാ ആടിൻ്റെടാ എടാ പറഞ്ഞാല് ഹായ്. ഇനിയുണ്ടാ? എടാ അതിലെന്ത് ഷാനോണ്ട് കവറിൽ നോക്കിയേ, കവറിൽ എന്തുന്നാണ് നോക്കിയേ മോൻ. എടാ എടാ പൊന്ന അതിൻ്റെ അകത്ത് എന്താന്ന് നോക്കിയേ. ഇനിയുണ്ട് കാറുണ്ട് അതിൻ്റെ ഒത്ത്. അതല്ല അതിൻ്റെ ഒത്ത്. ഇതിലെന്തെന്നാന്ന് നോക്കിയേ. എന്തെന്നാണത്? അതത്ര ഇഷ്ടപ്പെട്ടില്ല ചേ. നിങ്ങൾക്ക് കാറൊക്കെ പിടിക്കുള്ളൂ. കൊള്ളാലോ. ഇറങ്ങ് സ്നേഹം. തുറന്നു കൊടുക്കണം. അത് മറ്റേ പാട് തുറക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്താണ്? ഞങ്ങൾ 3 പേരും കൂടി കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. എത്ര ദിവസമായെന്നറിയോ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കളിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അപ്പം മുട്ടക്കറിയും ഇടിയപ്പവും നല്ല പാൽ ചായയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ടേസ്റ്റി തന്നെ ആക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. നീ തിന്നെടുക്കുമ്പോൾ തലാട്ടൻ എന്താടാ? നോക്കട്ടെ അമ്മ, കഴിച്ചിട്ട് പറഞ്ഞത് സൂപ്പറാണോ?
ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി. മീൻ ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ നങ്കെന്നാട്ടോ പറയാം, ഞങ്ങൾ പറവൂർ ആ ഏരിയയിൽ. പിന്നെ ഇതിലും കുഞ്ഞിനെയാണ് മാന്തലെന്ന് പറയുക, ചിലവർ ഇതിനെയും മാന്തലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂന്തലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. കൂന്തലൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അവിടെയൊക്കെ കുറച്ച് മെസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് കഴുകി ഇട്ടു കേട്ടോ. എനിക്കിതിൻ്റെയൊക്കെ സ്മെല്ല് വേഗം കിട്ടും കേട്ടോ. എന്താ പറയുക, മീനും ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല ഗൈസ്. ജാട പറയുന്നതല്ല കേട്ടോ, എനിക്കെന്തോ അത് ഒട്ടും ഇഷ്ടമല്ല, എൻ്റെ സ്മെല്ല് പോലും ഇഷ്ടമല്ല. ഞാൻ കഴിക്കുന്നത് ഇതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള 1-2 ഐറ്റംസ് ആണ്. അതും എനിക്ക് മനസ്സിന് പിടിച്ചാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ്, ജാടയാണെന്നൊന്നും ആരും വിചാരിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്തു. മീൻ വറുത്തതും കൂന്തൽ റോസ്റ്റും പിന്നെ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയും ചോറും ഒരച്ചാറും ആയിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്ത് പോവുക കേട്ടോ. വേറെങ്ങുമല്ല, നമ്മുടെ റൂമിലുണ്ടല്ലോ ജസീൽ നാട്ടിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ നാട്ടിലുള്ള നമ്മുടെ ബീഫും നമ്മുടെ ചിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. നാട്ടിൽ ആരെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മളിതാ റൂമിലുള്ളവർ മാത്രം എപ്പോഴും ഒരുമിച്ച് കൂടാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ വന്നുകൊണ്ട് ഞങ്ങളിതാ ഇന്ന് എല്ലാവരും കൂടി ഇവിടെയാണ് കൂടിയത്. ഇത് എന്ത് കോലോളം ദൈവത്തിനറിയാം. ദാസപ്പ എത്ര ദിവസമായി കണ്ടിട്ട്? കുറേ ദിവസമായിട്ടോ എല്ലാവരെയും കണ്ടിട്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയിരുന്നു. ഇത് ജസീലിൻ്റെ കയ്യിൽ മമ്മി കൊടുത്തു വിട്ടതാട്ടോ. നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവൻ കൊണ്ടുവന്ന ചിപ്സും കോഴിക്കോടൻ ഹൽവ, പിന്നെ എന്താ പറയുക ലഡ്ഡു, ബീഫ് ഒക്കെ കൂട്ടി ഞങ്ങൾ ഡിന്നർ അങ്ങ് കഴിച്ചു. പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയിരുന്നു. ഞങ്ങൾ കുറേ കഴിഞ്ഞു കേട്ടോ വീട്ടിലേക്ക് പോരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.